എബി ബാംഗ്ലൂരിൽ നാളെ പുലർച്ചയ്ക്ക് എത്തുന്ന അവള് വിളിച്ചിരുന്നോ? നേരെ കോളേജിലേക്കേ വരിക. ഞങ്ങൾ പിക്കപ്പ് ചെയ്യണോ അതോ നീ പോവോ? ഞാൻ പോയിക്കോളാം മായമ്മി, അവൾ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് എന്താ പറ്റിയത്? ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടിയത്? ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും തോന്നാൻ പാടില്ലാത്ത കാര്യമല്ലേ ഇത്? എന്നിട്ടും എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നി? അവളിതറിഞ്ഞ എങ്ങനെയാവും റിയാക്ട് ചെയ്യുക? ഒരുപക്ഷെ അവളങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ലെങ്കിൽ ഒക്കെ വെറുതെ ആവില്ലേ? ലോകത്തിൽ ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫ്രണ്ട്സ് മാത്രമായി കഴിയാൻ പറ്റില്ലെന്ന് വർഷ പറഞ്ഞത് സത്യമാണെന്ന് വരില്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല, ഉണ്ടാവില്ല ഒരിക്കലും. അറിയാതെ മനസ്സിൽ തോന്നിയതൊക്കെ മനസ്സിനകത്ത് തന്നെ കുഴിച്ചു മൂടിക്കോളാൻ ഞാൻ. എനിക്കതിന് കഴിയും. അതിനുള്ള ശക്തി തരണം. ഈ നിമിഷം മുതൽ അവൾ എൻ്റെ പഴയ സോനയാണ്. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് മാത്രമായ സോന ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഐ പ്രോമിസ് ബിഫോർ യു മൈ ലോർഡ്. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം. ഹലോ ബോണസ്. ഹായ് എബി. ഹായ് പ്രകാശ്. സായമിസിനെ സേഫ് ആയി എത്തിച്ചിട്ടുണ്ടോ? ഓക്കേ, താങ്ക് യു. ഓ മറന്നു പ്രകാശ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അല്ല, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് പ്രതീക്ഷയാണല്ലോ, എന്ത് പറ്റി സെക്കൻഡ് ആയി പോയെ? ഓക്കെ, ഒരു തരം ക്ലിക്കാ. സെന്റ് ആന്റണീസിലെ മായാവർമ്മക്ക് കുച്ചിപ്പിടിക്ക് ആദ്യം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്താ, പിന്നെ തിരുത്ത് വന്നത് സെക്കൻഡായി. അതോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്കൻഡ് നിന്നും തേർഡിലേക്ക് ദേ കിടക്കണം. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലേ, ഇവരുടെ നാട്ടകം. അതെ, മൊത്തം 38 നാടകങ്ങൾ പ്രസന്റ് ചെയ്തതിൽ 37 സ്ഥാനത്തെത്തിയല്ലോ. നല്ല അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു ജഡ്ജസിന് വിവരമില്ലാതെ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഓക്കേ അബി, സീ യു സോന. കോളേജ് വരുന്നില്ലേ? പിന്നെ ഓക്കേ ബൈ. പിന്നെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? ആദ്യം നിന്റെ വിശേഷങ്ങൾ പറ. അതൊക്കെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് പറയാം. പിന്നെ ഞാനിവിടെ ഇല്ലാത്തപ്പോ വല്ല ബോംബും വീണ് പൊട്ടിയോ? ഒരു വലിയ ബോംബ് വീണു, പക്ഷെ പൊട്ടിയില്ല. ഓ, വർഷയുടെ ബോംബ് അത് ഇനിയും പൊട്ടിയില്ലേ? അയ്യേ, അവളെയും കൊള്ളൂല, നിന്നെ പിന്നെ ഒട്ടും കൊള്ളൂല. ഇനിയിപ്പൊ ഞാൻ നേരിട്ട് ഇടപെടാം. നീ അங்கே ഞാൻ ഇங்கே ഇൻപം കാൺപതും എங்கே ഇൻപം കാൺപതും ഇங்கே വന്നാച്ചാ സൗഖ്യമാ? ഞാനില്ലാത്ത സമയത്ത് കാതൽ മന്നൻ ചിന്നയ്യ വന്നെന്ന് കേട്ടു. എപ്പടിയുണ്ട് കാതൽ? அந்த கதையை ஏன் பா கேக்குற? என்ற காதலு கத்திரிக்காய் குழம்புல ஓட்ட கருவாடு கணக்கா இருக்குது. இந்த வருஷமும் பொங்கலுக்கு முன்னாடி அந்த ஆளோட அம்மா சாகலன்னு வையி, இன்னும் 10 வருஷத்துக்கு சாவே கிடையாது ஜோசிக்கார சொல்லி போட்டாப்பா. இந்த மாதிரி சிச்சுவேஷன் நீ எந்த படத்துலயாவது பாத்துருக்கியாப்பா? இதுவரை ஒரு படத்திலும் பாத்துட்டிല്ല. நான் பாக்குற வரைக்கும் பாப்பேன். என்னோட செமைய ரொம்ப சோதனை பண்ணாங்க. சாப்பாட்டுல பூச்சி மருந்தை கலக்கி அந்த கிளவிய க்ளோஸ் பண்ணிடுவேன். പൂച്ച മരുന്നാ? ടിക് 20 കറക്റ്റ്. ചോറിലെ ടിക് 20 കലക്കി തള്ളയെ തട്ടിക്കളയാൻ പറ. ഓക്കേ, അത് ശരി. യൂത്ത് ഫെസ്റ്റിവലിന്റെ ബാക്കി ഡാൻസ് ഇവിടെയുണ്ടോ? ദേ മായ വിളിക്കുന്നു സോനെ. അങ്ങോട്ടല്ലേ പോണത് ബേബാൻഡി? ആദ്യം ഇവിടെ ഹാജർ വെക്കണ്ടേ? ഒന്നിങ്ങ വാ. പെട്ടെന്ന് ടീഷർട്ടും പാന്റും ഒരുക്കേ. എന്നിട്ട് ഇതൊന്നിട്ടെ. ഗാർഡൻ സിറ്റിന്ന് സോനയുടെ വക നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ചെല്ല്, എന്നിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തോണ്ട് വാ.
ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലല്ലോ. ഓ ഗോഡ്, എന്താ ഞാനത് മറന്നേ? ടാ, വേഗം. ഹായ്, ഹായ്, വാ, എന്ത് കറക്റ്റ് ഫിറ്റിംഗ്. ജിജോട് ഞാൻ ബെറ്റ് വെച്ചതാ, ഷോപ്പിങ്ങിന് പോകുമ്പോ ഞാൻ വാങ്ങണത് നിനക്ക് കറക്റ്റ് ആയിരിക്കും പറഞ്ഞു. എപ്പോഴെങ്കിലും നീ വാങ്ങിയിട്ട് ഇത്ര കറക്റ്റ് ഫിറ്റിംഗ് കിട്ടിയിട്ടുണ്ടോ? അതാണടാ ഈ സോന. ആ, എന്റെ ഗിഫ്റ്റ് ഇവിടെ. ദേ, എനിക്ക് ചുരിദാറും മിടിയൊന്നും വേണ്ട, സംതിങ് സ്പെഷ്യൽ. എടുക്കടാ. ഞാൻ വാങ്ങാൻ മറന്നു. മറന്നോ? അത് ശരി. അപ്പൊ 5-6 ദിവസം കാണാതായപ്പോഴേക്ക് നീ എന്നെ മറന്നു അല്ലേ? എന്താടാ, എന്താ നിനക്ക് ഫീൽ ചെയ്തോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ. എന്നെ മറന്നോണ്ട് ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിഞ്ഞൂടെ? നിനക്കറിയോ, നീ ഇല്ലാഞ്ഞിട്ട് ആ ബഹളത്തിനൊക്കെ ഇടയിലും ഐ ഫീൽ സോ ലോൺലി, സോ ഏലിയൻ. സോന, ദേ മമ്മി വിളിക്കുന്നു. ഇന്ന് കോളേജിലേക്ക് നീ ഈ ഡ്രസ് തന്നെ ഇട്ടിട്ട് വന്നാ മതി, ഓക്കെ? ഓക്കേ. ഇതെന്ത് മാത്രം നോട്ട്സ് ആടാ? ഇത് മുഴുവൻ പകർത്തി എഴുതി വരുമ്പോഴേക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ആ ഫിസിക്സ് നോട്ടിങ് എടുത്ത് എന്നിട്ട് അതൊന്ന് പകർത്തി എഴുത്. അപ്പോഴേക്കും ഞാൻ ഇത് തീർക്കാം. ഓയ്, ഹേയ്, നിനക്ക് ബാംഗ്ലൂർ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? പറയാനുണ്ടോന്നോ? പറയാനേ ഉള്ളൂ. പക്ഷെ ബർത്ത്ഡേ അന്ന് നീ എന്നെ ബീറ്റ് ചെയ്ത് കളഞ്ഞു. ബൊക്കെ ആയിട്ട് അവര് വന്നപ്പോ സന്തോഷാണോ ചമ്മലാണോ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ചമ്മന്ത് എന്തിനാ? ബർത്ത്ഡേയുടെ കാര്യം ഞാൻ സീക്രട്ടായി വെച്ചിരുന്നല്ലേ. ഓ, കാർഡ് നിനക്കൊരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? നീ അത് ഇത്രയും നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നു ഞാൻ കരുതിയില്ല. കാർഡ് കണ്ടപ്പോ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. വൈകുന്നേരം പ്രകാശ് കേക്കുമായി വന്നു. എല്ലാരും അറിഞ്ഞതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? എന്തോന്ന് സെലിബ്രേഷൻ? ഞാൻ കേക്ക് മുറിച്ചു, പിള്ളേരെല്ലാം ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി, പിന്നെ പ്രകാശിന്റെ ഒലിപ്പീരും. ആ, അത് പറഞ്ഞപ്പോഴാ ഒരു സംഭവം ഉണ്ടായി. അതാണ് പ്രധാനമായിട്ടും പറയണമെന്ന് വിചാരിച്ച വിശേഷം. എന്താണോ പ്രധാന വിശേഷം? ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തോ ആലോചിച്ചോണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പണ്ട് ഇതേ പ്രകാശ് ഒലിപ്പീരുമായി വരുന്നു. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചുതരാം. നീ ഞാൻ പ്രകാശ്. ഓക്കെ? എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അവിടെ നോക്കുന്നെന്തിനാ? നീ എന്തോ നോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ. ശരി. ഹലോ, എന്താ ഇവിടെ തനിച്ച്? എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. As everybody under these circumstances, well, I'm a bit nervous. ഇംഗ്ലീഷ് you know well. എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു പറയാനുള്ളത് എന്താന്ന് വെച്ചാ മടിയില്ലാതെ പറയാം. പിന്നെ പുള്ളി സോന, പ്ലീസ് don't misunderstand me. പറയാൻ പലതവണ വിചാരിക്കുന്നു. വെൽ, എനിക്ക് കുട്ടി ഇഷ്ടമാണ്. I mean, I truly love you. കുട്ടിയുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയില്ല. വെൽ, എന്തായാലും തുറന്നു പറയണം. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ പറയാം. നീ പ്രകാശ്, ഓക്കെ? ഞാൻ പതുക്കെ പതുക്കെ നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ചേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ? ആ, ഇതുപോലത്തെ സമയങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഓ, അത് ക്ലാങ് ക്ലാങ് ക്ലാങ്. ഇനി സൈലൻസ്. ഞാൻ പ്രകാശിനെ ഒരു നിമിഷം ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കി. എന്നിട്ടത് ഇങ്ങനെ എന്ന് പറഞ്ഞൊന്നും നീ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്താ പറയാഞ്ഞേ? അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ നമ്മുടെ വെയിറ്റ് പോവില്ലടാ. ഞാൻ പറഞ്ഞു ആലോചിച്ച് പതുക്കെ ഒരു മറുപടി തരാമെന്ന്. നിനക്കെന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നാൻ? നിനക്കല്ലേ തോന്നണ്ടത്? അല്ല, ഞാനെന്ത് പറയണം? സത്യം അങ്ങ് പറയണം. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന്. അതിപ്പോ എനിക്ക് അറിയുന്നില്ലല്ലോടാ. അപ്പൊ സിമ്പിൾ, അങ്ങനെ പറ.
പെട്ടെന്ന് ഏതായാലും അങ്ങനെ പറയണ്ട അല്ലടാ. ഞാൻ എന്റെ മനസ്സിലിട്ട് ശരിക്കും ഒന്ന് കുലുക്കി നോക്കട്ടെ. ഹലോ, കുഞ്ഞോനാന്നോടാ? എടാ കുഞ്ഞോനാന്നോന്ന്? അല്ലേ? എടാ അവന് കൊടുക്കടോ. ഏത് കുഞ്ഞോനാണെന്നോ? നീ കൊള്ളാമല്ലോ. എനിക്ക് ഒരു കുഞ്ഞോനെ അറിയത്തുള്ളൂ, എന്റെ മാത്തുക്കുട്ടിയുടെ മോൻ പ്രകാശ് മാത്യു. ഇപ്പൊ മനസ്സിലായില്ല? എന്നാ വിളിക്കേ. ആ തെക്കേ ചെറിയിലെ തേങ്ങയ്ക്ക് തീരെ തൊടം പോരല്ല കുര്യാക്കോസേ. പള വന്ന് താൻ തെങ്ങിന്റെ കടക്കെ തന്നെയാണോ ഇടിയിച്ചത്? അത് പിന്നെ കന്നിത്തുലാത്തിലെ തേങ്ങ അങ്ങനെ പതിവാ അമ്മച്ചി. ഓ പിന്നെ കന്നിതുലാത്തിൽ വെട്ടുന്ന തേങ്ങ ഞാനിപ്പോ ആദ്യം കാണുമല്ലയോ. ആ കുഞ്ഞോനാന്നോടാ? ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ നീ ഇതുവഴി വരാമെന്ന് പറഞ്ഞിട്ട് എന്താടാ വരാഞ്ഞേ? നീ ഈ അമ്മാമ്മ അങ്ങ് മറന്നോ? അതമ്മാമ്മേ, എല്ലാരും കൂടി ഒരുമിച്ച് ബസ്സിലേക്ക് പോന്നു. ആ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോ നീ ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്തുവാ അവിടെ പേര്? ആ സോണ. അവളെന്തോ പറഞ്ഞോ? ചേടാ, ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നിനക്ക് ഇനി അറിഞ്ഞുകൂടായോ? നിന്റെ അപ്പൂപ്പനുണ്ടായിരുന്നല്ലോ. അത് ഞാൻ എങ്ങനെ എന്നെ പ്രേമിച്ചതെന്നറിയാവോ? അതെ, അന്നത്തെ കാലമല്ല ഇത്. ഇപ്പോഴത്തെ പിള്ളേർ അമ്മമ്മ വിചാരിക്കുന്ന പോലെ അല്ല. അല്ലല്ല, വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഉടൻ ഞാൻ അമ്മയെ വിളിക്കാം. ആഹാ, അങ്ങനെയാന്നോ? എന്നാ വെച്ചേര്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള് താൻ കേട്ടോടോ കുര്യാക്കോസെ കുഞ്ഞോൻ പറഞ്ഞതൊക്കെ? ഇത്രയും കേൾക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ ചെവി ഇച്ചിരി പുറകോട്ടാ. ആ അത് നന്നായി. താൻ കേട്ടോണ്ടും വലിയ ഗുണമൊന്നുമില്ല. പ്ലീസ്, വെറും ഒരു സില്ലി ക്യാമ്പസ് ലവായി എബി ഇത് കാണരുത്. ടെൽ മീ, വാട്ട്സ് മൈ റോൾ? ആ കുട്ടി എന്താ ധരിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മറുപടി കിട്ടിയ ആ കുട്ടിയുടെ മനസ്സെന്താന്ന് അറിഞ്ഞാൽ എബിയാണെന്ന് ഏറ്റവും പറ്റിയ ആള്. ഈവൻ ഇഫ് ഇറ്റ്സ് എ നോ, ഇറ്റ് ഈസ് ഓക്കെ. ഐ വിൽ ഫർഗെറ്റ് എവറിത്തിങ്. ബട്ട് ഡെഫിനറ്റ് ആയ ഒരു റിപ്ലൈ. എന്ത് കമ്മീഷൻ തരും? ഐ മീൻ ബ്രോക്കറേജ്, ലവ് ബ്രോക്കറേജ്. ലവ് ബ്രോക്കർ? അതോളാം. ഹെറോൾഡ് റോബിൻസിന്റെ ഒരു നോവലിന്റെ പേര് പോലെ ഉണ്ട്. ആട്ടെ, എന്ത് കമ്മീഷൻ കിട്ടി? നീ തമാശയാക്കണ്ട, അവൻ എന്നോട് അത്ര കാര്യമായിട്ട് പറഞ്ഞാ. എന്നാലും കിട്ടിക്കാടും നല്ലൊരു തുക. പ്രകാശ് റിച്ചാ. അപ്പനും അമ്മയ്ക്ക് ഒരൊറ്റ മോൻ. സ്റ്റേറ്റ്സിൽ പലയിടത്തും ബിസിനസ് സ്ഥാപനങ്ങൾ. ഫിലാഡൽഫിയയിൽ, ഇന്ത്യാനാപോളിസിൽ, ലാസ് വേഗസിൽ. മതി, നിർത്ത്. നീ ഭയങ്കര ജാട കാട്ടിയ. അവനൊരു ആൻസർ കൊടുത്ത എന്താ കുഴപ്പം? അവൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ. ഈ പ്രേമം എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബോർ ഏർപ്പാടല്ലേ. ഞാനിപ്പോ അവനോട് എസ് പറഞ്ഞെന്ന് വെച്ചോ, കുറച്ച് കഴിയുമ്പോ എനിക്ക് ബോറടിക്കും. ബോറടിച്ചാലോ? ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പ്രേമം ബോറടിക്കുമെന്ന്. വർഷയോട് നീയും അങ്ങനെയല്ലേ പറഞ്ഞേ? അത് പിന്നെ വർഷയോടല്ലേ. ഞാൻ ആലോചിക്കാം. നമ്മുടെ പേരൻസ് നമുക്ക് ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കും, കല്യാണവും നടത്തും. അത് കഴിഞ്ഞിട്ട് പോരെ പ്രേമം? കല്യാണത്തിന് മുമ്പ് പ്രേമം വേണമെന്ന് എന്താ അത്രയ്ക്ക്? എന്നാ ഞാൻ പ്രകാശിനോട് അങ്ങനെ പറയട്ടെ? വേണ്ട, ഞാൻ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. മനസ്സിലിട്ട് ഒന്നുകൂടി ഒന്ന് കുലുക്കി. എന്ന് വെച്ചാൽ മദിരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളജി കാരണം ഇറക്കാനും വയ്യാത്തൊരവസ്ഥ അല്ലേ? ഇതാണോ രുക്കുന്റെ ലൗസ്? എനിക്കറിയില്ല. നിനക്കെന്താ അറിയാത്ത? ഹലോ, ഏവി? ഓ, എന്റെ മകൻ എബി. മഴ നീയാണോ? ഞാൻ ഫിറ്റാടി. ഇപ്പൊ സമയം എന്തായി കാണും? എന്നെ കൊണ്ടൊന്നും ഇവിടുന്ന് എഴുന്നേക്കാൻ മേല. എല്ലാരെയും വിളിച്ചുകൊണ്ടെത്തി ഈ പാതിരാത്രിക്ക് എന്താ ഇത്ര അത്യാവശ്യം? ഓ ശരി ശരി. ബേബി ആന്റി, എടി ബേബി ആന്റി, പുന്നാര മോനെ ഫോൺ മോളെ കൊണ്ട് കൊടു. എന്താടാ ഈ പാതിരാത്രിക്ക്? നീ ഉറങ്ങിയായിരുന്നോ? എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോടാ. എന്തു പറ്റി? നീ പറഞ്ഞ പോലെ മദിരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളജി കാരണം ഇറക്കാനും വയ്യ. സംഗതി കൊള്ളായിന്നാ തോന്നുന്നേ. എന്ത്? ലവ്സ്. എനിക്ക് ലവ്സ് പിടിച്ചോന്നൊരു സംശയം. എന്താ ചെയ്യാ? ഞാൻ ടോസ് ചെയ്ത് നോക്കി, ടേയില് വീണു. യെസ്. കണ്ണടച്ച് വിരലി തൊട്ട് നോക്കി, അതും യെസ്. എന്താടാ വേണ്ടത്? നീ പറ. നീ തന്നെ പറ. പറഞ്ഞാലോ നാളെ പ്രകാശിനോട് എസ് ന്ന്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയാം. അപ്പൊ പറയാ അല്ലേ? പറയാ അല്ലേടാ? ശരി. എന്നാ നീ പോയി കിടന്നോ. ഗുഡ് നൈറ്റ്.
നീ എന്റെ കൂടെ നിന്നോണേ, മുങ്ങിക്കളയരുത്. വലിയ ജാടയൊക്കെ പറയാന്നല്ലാതെ കാര്യത്തോട് അടുത്തപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ അല്പം nervous ആവുന്നുണ്ടോ? നീ വന്നേ. നിന്റെ കർച്ചിപ്പം തന്നെ വിയർക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആര് പറയും ഞാൻ കർച്ചിപ്പ് മറന്നുപോയി. വേർക്കുന്നൊന്നുമില്ല. നിനക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. എനിക്കും തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ശരിയാവുന്ന മട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൂടുതൽ ഒന്നും ചെയ്യണ്ട, നേരെ ചെല്ലുക. അവന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഒരു യെസ് പറയാ. അത് പെട്ടെന്ന് പറയണമെന്നില്ല, ഒന്ന് നാണിച്ച് കാലിനക്കം കൊണ്ടൊരു കളമൊക്കെ വരച്ച്. അയ്യടാ, നാണോ ഒന്നും ശരിയാവില്ല. ഓ, അതല്ലേ നിനക്കില്ലല്ലോ. നിന്നെ കക്ഷി അവിടെ നിൽപ്പുണ്ട്. ചെല്ലട്ടടാ. വേണേ ചെല്ലാം. ചെല്ല്. നീ എന്റെ കൺവെട്ട് തന്നെ നിക്കണേ. ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഓക്കെ. ആലോചിച്ചു ഞാൻ. യെസ്, ശുക്രിയ.